ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ. അധ്യായം 11. അഹസ്യാവിൻ്റെ അമ്മയായ അഥല്യ തൻ്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു. എന്നാൽ യോരാം രാജാവിൻ്റെ മകളും അഹസ്യാവിൻ്റെ സഹോദരിയുമായ യഹോശേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിൻ്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവൻ്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗൃഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അതുകൊണ്ട് അവനെ കൊല്ലുവാനിടയായില്ല. അവനെ അവളോടുകൂടെ 6 സംവത്സരം യഹോവയുടെ ആലയത്തിൽ ഒളിപ്പിച്ചിരുന്നു. എന്നാൽ അഥല്യ ദേശം വാണു. 7 ആണ്ടിൽ യഹോയാദ ആളയച്ചു കാര്യരുടെയും അകമ്പടികളുടെയും ശതാധിപന്മാരെ വിളിപ്പിച്ച് തൻ്റെ അടുക്കൽ യഹോവയുടെ ആലയത്തിൽ വരുത്തി അവരോട് സഖ്യത ചെയ്തു. അവൻ അവരെ കൊണ്ട് യഹോവയുടെ ആലയത്തിൽ വെച്ച് സത്യം ചെയ്യിച്ചിട്ട് അവർക്ക് രാജകുമാരനെ കാണിച്ച് അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാവിത്: ശബ്ബത്തിൽ തവണ മാറി വരുന്ന നിങ്ങളിൽ 1/3 ഭാഗം രാജധാനിക്കും, 1/3 ഭാഗം സൂർ പടിവാതിൽക്കലും, 1/3 ഭാഗം അകമ്പടികളുടെ സ്ഥലത്തിൻ്റെ പുൻപുറത്തുള്ള പടിവാതിൽക്കലും കാവൽ നിൽക്കണം. ഇങ്ങനെ നിങ്ങൾ അരമനയ്ക്ക് കിടങ്ങുപോലെ കാവലായിരിക്കണം. ശബ്ബത്തിൽ തവണ മാറിപ്പോകുന്ന നിങ്ങളിൽ 2 കൂട്ടങ്ങൾ രാജാവിൻ്റെ അടുക്കൽ യഹോവയുടെ ആലയത്തിൽ കാവലായിരിക്കണം. നിങ്ങൾ എല്ലാവരും താന്താൻ്റെ ആയുധം ധരിച്ച് രാജാവിൻ്റെ ചുറ്റും നിൽക്കണം. അണിക്കകത്ത് കിടക്കുന്നവനെ കൊന്നുകളയണം. രാജാവ് പോകുകയും വരികയും ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ അവനോടുകൂടെ ഉണ്ടായിരിക്കണം. യഹോയാദ പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ശതാധിപന്മാർ ചെയ്തു. അവർ ശബ്ബത്തിൽ തവണ മാറി വരുന്നവരിലും ശബ്ബത്തിൻ്റെ തവണ മാറി പോകുന്നവരിലും താന്താൻ്റെ ആളുകളെ യഹോയാദ പുരോഹിതൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതൻ ദാവീദ് രാജാവിൻ്റെ വകയായി യഹോവയുടെ ആലയത്തിലുണ്ടായിരുന്ന കുന്തങ്ങളും പരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു. അകമ്പടികളൊക്കെയും കയ്യിൽ ആയുധവുമായി ആലയത്തിൻ്റെ വലതുവശം മുതൽ ഇടതുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിൻ്റെ ചുറ്റും നിന്നു. അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപുസ്തകവും അവന് കൊടുത്തു. ഇങ്ങനെ അവർ അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് കൈകൊട്ടി രാജാവേ ജയ ജയ എന്നാർത്തു. അഥല്യ അകമ്പടികളുടെയും ജനത്തിൻ്റെയും ആരവം കേട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിൻ്റെ അടുക്കൽ വന്നു. ആചാരപ്രകാരം തൂണിൻ്റെ അരികെ രാജാവും രാജാവിൻ്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ഉല്ലസിച്ച് കാഹളം ഊതുന്നതും കണ്ടിട്ട് അഥല്യ വസ്ത്രം കീറി, ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു. അപ്പോൾ യഹോയാദ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാർക്ക് കൽപ്പന കൊടുത്തു, അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവിൻ, അവളെ അനുഗമിക്കുന്നവനെ വാൾ കൊണ്ട് കൊല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. യഹോവയുടെ ആലയത്തിൽ വെച്ച് അവളെ കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു. അവർ അവൾക്ക് വഴിയുണ്ടാക്കി കൊടുത്തു. അവൾ കുതിരവാതിൽ വഴിയായി രാജധാനിയിൽ എത്തിയപ്പോൾ അവളെ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. അനന്തരം അവർ യഹോവയുടെ ജനമായിരിക്കുമെന്ന് യഹോയാദ യഹോവയ്ക്കും രാജാവിനും ജനത്തിനും മധ്യേയും രാജാവിനും ജനത്തിനും മധ്യേയും നിയമം ചെയ്തു. പിന്നെ ദേശത്തെ ജനമൊക്കെയും ബാൽ ക്ഷേത്രത്തിൽ ചെന്ന് അത് ഇടിച്ച് അവൻ്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും അശേഷം ഉടച്ചു കളഞ്ഞു. ബാലിൻ്റെ പുരോഹിതനായ മഥാനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു. പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കാര്യവിചാരന്മാരെ നിയമിച്ചു. അവൻ ശതാധിപന്മാരെയും കാര്യരെയും അകമ്പടികളെയും ദേശത്തെ സകല ജനത്തെയും വിളിച്ചുകൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഇറക്കി അകമ്പടികളുടെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ രാജാസനം പ്രാപിച്ചു. ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു. നഗരം സ്വസ്ഥമായിരുന്നു. അഥല്യയെ അവർ രാജധാനിക്കരികെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. യഹോവാശ് രാജാവായപ്പോൾ അവന് 7 വയസ്സായിരുന്നു. അധ്യായം 12. യേഹൂവിൻ്റെ 7-ാം ആണ്ടിൽ യഹോയാശ് വാഴ്ച തുടങ്ങി. അവൻ യെരൂശലേമിൽ 40 സംവത്സരം വാണു. ബേർശേബക്കാരത്തിയായ അവൻ്റെ അമ്മയ്ക്ക് സിബ്യ എന്നു പേർ. യഹോയാദ പുരോഹിതൻ യഹോയാശിനെ ഉപദേശിച്ചു പോന്ന കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികൾ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. യഹോയാശ് പുരോഹിതന്മാരോട് യഹോവയുടെ ആലയത്തിൽ നിവേദിതമായി പിരിഞ്ഞു കിട്ടുന്ന ദ്രവ്യമൊക്കെയും ഓരോ ആളെ മതിച്ച വിലയും യഹോവയുടെ ആലയത്തിൽ ഓരോരുത്തൻ കൊണ്ടുവരുന്ന സ്വമേധാദാനമായ ദ്രവ്യമൊക്കെയും ഓരോ പുരോഹിതനും താന്താൻ്റെ പരിചയക്കാരോട് വാങ്ങി ആലയത്തിന് അറ്റകുറ്റം കാണുന്നിടത്തൊക്കെയും അറ്റകുറ്റം തീർക്കണമെന്ന് കൽപ്പിച്ചു. എന്നാൽ യഹോയാശ് രാജാവിൻ്റെ 23-ാം ആണ്ടിൽ പുരോഹിതന്മാർ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർത്തിട്ടില്ലായിരുന്നു. ആകയാൽ യഹോയാശ് രാജാവ് യഹോയാദ പുരോഹിതനെയും ശേഷം പുരോഹിതന്മാരെയും വരുത്തി അവരോട്, നിങ്ങൾ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കാതിരിക്കുന്നതെന്ത്? ഇനി നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരോട് ദ്രവ്യം വാങ്ങാതെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അത് കൊടുപ്പിനെന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാർ തങ്ങൾ മേലാൽ ജനത്തോട് ദ്രവ്യം വാങ്ങാതിരിപ്പാനും ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കാതിരിപ്പാനും സമ്മതിച്ചു. അപ്പോൾ യഹോയാദ പുരോഹിതൻ ഒരു പെട്ടകമെടുത്ത്
അതിൻ്റെ മൂടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി യാഗപീഠത്തിനരികെ യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വലതു ഭാഗത്ത് വെച്ചു. വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിലേക്ക് വരുന്ന ദ്രവ്യമൊക്കെയും അതിലിടും. പെട്ടകത്തിൽ ദ്രവ്യം വളരെയായി എന്ന് കാണുമ്പോൾ രാജാവിൻ്റെ രായസക്കാരനും മഹാപുരോഹിതനും കൂടെ ചെന്ന് യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം എണ്ണി സഞ്ചികളിൽ കെട്ടും. അവർ ദ്രവ്യം യഹോവയുടെ ആലയത്തിൻ്റെ പണി നടത്തുന്ന വിചാരകന്മാരുടെ പക്കൽ തൂക്കിക്കൊടുക്കും. അവർ അത് യഹോവയുടെ ആലയത്തിൽ പണിയുന്ന ആശാരിമാർക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും കല്ലുവെട്ടുകാർക്കും യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന മരവും ചെത്തിയ കല്ലും വാങ്ങുന്നതിനും ആലയത്തിൻ്റെ അറ്റകുറ്റം തീർപ്പാൻ വേണ്ടുന്ന ചിലവൊക്കെയും കഴിക്കുന്നതിനും കൊടുക്കും. യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം കൊണ്ട് വെള്ളിക്കിണ്ണം, കത്രിക, കലം, കാഹളം എന്നിങ്ങനെ പൊന്നും വെള്ളിയും കൊണ്ടുള്ള യാതൊരു ഉപകരണങ്ങളും അവർ യഹോവയുടെ ആലയം വകയ്ക്കുണ്ടാക്കാതെ പണി ചെയ്യുന്നവർക്ക് മാത്രം അത് കൊടുക്കും. അങ്ങനെ യഹോവയുടെ ആലയത്തിന് അറ്റകുറ്റം തീർക്കും. എന്നാൽ പണി ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടതിന് ദ്രവ്യം ഏറ്റുവാങ്ങിയവരോട് അവർ കണക്ക് ചോദിച്ചില്ല. വിശ്വാസത്തിന്മേലായിരുന്നു അവർ പ്രവർത്തിച്ചു പോകുന്നത്. അകൃത്യയാഗത്തിൻ്റെ ദ്രവ്യവും പാപയാഗത്തിൻ്റെ ദ്രവ്യവും യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്നില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. ആ കാലത്ത് അരാം രാജാവായ ഹസായേൽ പുറപ്പെട്ട് ഗത്തിനെ യുദ്ധം ചെയ്തു പിടിച്ചു. ഹസായേൽ യെരുശലേമിൻ്റെ നേരെയും വരേണ്ടതിന് ദൃഷ്ടിവെച്ചാറെ യഹൂദ രാജാവായ യഹോവാശ് തൻ്റെ പിതാക്കന്മാരായ യഹോശാഫാത്ത്, യഹോരാം, അഹസ്യാവ് എന്നീ യഹൂദ രാജാക്കന്മാർ നിവേദിച്ചിരുന്ന സകല നിവേദിത വസ്തുക്കളും താൻ നിവേദിച്ചിരുന്ന വസ്തുക്കളും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലും രാജധാനിയിലുമുള്ള പൊന്നൊക്കെയും എടുത്ത് അരാം രാജാവായ ഹസായേലിന് കൊടുത്തു. അങ്ങനെ അവൻ യെരുശലേമിനെ വിട്ടുപോയി. യോവാശിൻ്റെ മറ്റു വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോവാശിൻ്റെ ഭൃത്യന്മാർ മത്സരിച്ച് കൂട്ടുകൂട്ടുണ്ടാക്കി സില്ലയിലേക്ക് പോകുന്ന വഴിക്കലുള്ള മില്ലോ ഗ്രഹത്തിൽ വെച്ച് അവനെ കൊന്നു. ഷിമെയാത്തിൻ്റെ മകനായ യോസാഖാർ, ശൗമേരിൻ്റെ മകനായ യഹോസാബാദ് എന്നീ ഭൃത്യന്മാരായിരുന്നു അവനെ വെട്ടിക്കൊന്നത്. ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോട് കൂടെ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ അമസ്യാവ് അവന് പകരം രാജാവായി തീർന്നു. അധ്യായം 13. യഹൂദ രാജാവായ അഹസ്യാവിൻ്റെ മകനായ യോവാശിൻ്റെ 23-ാം ആണ്ടിൽ യേഹൂവിൻ്റെ മകനായ യഹോവാഹാസ് ഇസ്രായേലിൻ്റെ രാജാവായി ശമര്യയിൽ 17 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ പാപങ്ങളെ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. ആകയാൽ യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ അരാം രാജാവായ ഹസായേലിൻ്റെ കയ്യിലും ഹസായേലിൻ്റെ മകനായ പെൻ ഹദദിൻ്റെ കയ്യിലും നിരന്തരം വിട്ടുകൊടുത്തു. എന്നാൽ യഹോവാഹാസ് യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചു. അരാം രാജാവ് ഇസ്രായേലിനെ ഞെരുക്കിയ ഞെരുക്കം യഹോവ കണ്ടിട്ട് അവൻ്റെ അപേക്ഷ കേട്ടു. യഹോവ ഇസ്രായേലിന് ഒരു രക്ഷകനെ കൊടുത്തതുകൊണ്ട് അവർ അരാമ്യരുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇസ്രായേൽ മക്കൾ പണ്ടത്തെ പോലെ തങ്ങളുടെ കൂടാരങ്ങളിൽ വസിപ്പാൻ സംഗതി വന്നു. എങ്കിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരോബെയാം ഗ്രഹത്തിൻ്റെ പാപങ്ങളെ അവർ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. അശേര പ്രതിഷ്ഠയ്ക്ക് ശമര്യയിൽ നീക്കം വന്നില്ല. അവൻ യഹോവാഹാസിന് 50 കുതിരച്ചേവകരെയും 10 രഥങ്ങളെയും 10,000 കാലാളുകളെയും അല്ലാതെ മറ്റു യാതൊരു പടജനത്തെയും ശേഷിപ്പിച്ചില്ല. അരാം രാജാവ് അവരെ നശിപ്പിച്ച് മെതിക്കളത്തിലെ പൊടി പോലെയാക്കിയിരുന്നു. യഹോവാഹാസിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ്റെ പരാക്രമ പ്രവൃത്തിയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോവാഹാസ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമര്യയിൽ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യോവാശ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ യോവാശിൻ്റെ 37-ാം ആണ്ടിൽ യഹോവാഹാസിൻ്റെ മകനായ യോവാശ് ഇസ്രായേലിൻ്റെ രാജാവായി ശമര്യയിൽ സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ സകല പാപങ്ങളെയും അവൻ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. യോവാശിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാവായ അമസ്യാവോട് യുദ്ധത്തിൽ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോവാശ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. യൊരോബെയാം സിംഹാസനം കയറി യോവാശിനെ ശമര്യയിൽ ഇസ്രായേൽ രാജാക്കന്മാരോട് കൂടെ അടക്കം ചെയ്തു. ആ കാലത്ത് എലീശ മരണഹേതുകമായ രോഗം പിടിച്ചു കിടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ് അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ മുഖത്തിന്മീതെ കുനിഞ്ഞു കരഞ്ഞു. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളുമായുള്ളവേ എന്ന് പറഞ്ഞു. എലീശ അവനോട് അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. അവൻ അമ്പും വില്ലും എടുത്തു. അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വിരലിന്മേൽ വെക്ക എന്ന് പറഞ്ഞു.
അവൻ കൈവച്ചപ്പോൾ എലീശ തൻ്റെ കൈ രാജാവിൻ്റെ കൈമേൽ വെച്ചു. കിഴക്കേ കിളിവാതിൽ തുറക്ക എന്ന് അവൻ പറഞ്ഞു. അവനത് തുറന്നപ്പോൾ എയ്ക എന്ന് എലീശ പറഞ്ഞു. എയ്താറെ, അവൻ അത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. നീ അഫോക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമെന്ന് പറഞ്ഞു. അമ്പെടുക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ എടുത്ത് നിലത്തടിക്ക എന്ന് അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു. നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു. എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമായിരുന്നു. ഇപ്പോഴോ നീ അരാമ്യരെ 3 പ്രാവശ്യം മാത്രം തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ എലീശ മരിച്ചു. അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീശാവിൻ്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണു എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്ന് എഴുന്നേറ്റു. എന്നാൽ യഹോയാസിൻ്റെ കാലത്തൊക്കെയും അരാമ്യ രാജാവായ ഹസയേൽ ഇസ്രായേലിനെ ഞെരുക്കിക്കൊണ്ടിരുന്നു. യഹോവയ്ക്ക് അവരോട് കരുണയും മനസ്സലിവും തോന്നി. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടുള്ള തൻ്റെ നിയമം നിമിത്തം അവൻ അവരെ കടാക്ഷിച്ചു. അവരെ നശിപ്പിപ്പാൻ അവന് മനസ്സായില്ല. ഇതുവരെ തൻ്റെ സമൂഹത്തിൽ നിന്ന് അവരെ തള്ളിക്കളഞ്ഞതുമില്ല. അരാം രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ അവൻ്റെ മകനായ ബെൻ-ഹദദ് അവന് പകരം രാജാവായി. യഹോവാഹാസിൻ്റെ മകനായ യഹോവാശ് തൻ്റെ അപ്പനായ യഹോവാഹാസിനോട് ഹസായേൽ യുദ്ധത്തിന് പിടിച്ചിരുന്ന പട്ടണങ്ങളെ അവൻ്റെ മകനായ ബെൻ-ഹദദിനോട് തിരികെ പിടിച്ചു. 3 പ്രാവശ്യം യോവാശ് അവനെ തോൽപ്പിക്കുകയും ഇസ്രായേലിൻ്റെ പട്ടണങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്തു.